ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം തുടരുകയാണ്. വിവിധ സഭകൾ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ സൂചകമായി വായ് മൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം. കന്യാസ്ത്രീകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടെന്നും തടങ്കലിലാക്കിയവർക്കെതിരെ നടപടി വേണമെന്നും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ്. സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല. പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJP സംസ്ഥാന നേതൃത്വം രണ്ട് തട്ടിൽ. അറസ്റ്റിനെ എതിർക്കേണ്ടതില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. BJP സംസ്ഥാന ഭാരവാഹി പ്രതീഷ് വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. കന്യാസ്ത്രീകളുടെ ജയിൽവാസം നീളുന്നത് കേരളത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടി ഔദ്യോഗിക പക്ഷം രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി VS അനു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനു, MS ഗോൾവാക്കർ, RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന MS ഗോൾവാക്കറിന്റെ വിചാരധാര എന്ന പുസ്തകത്തിൽ ആഭ്യന്തര ശത്രുക്കളായി ചൂണ്ടിക്കാട്ടുന്നത് ക്രിസ്ത്യാനികളെയാണ്. അതുകൊണ്ട് ഈ ഈസ്റ്ററിന് കേക്കുമായി ചെല്ലുന്ന പ്രേമം അത് വ്യാജമാണ് എന്ന് ആവർത്തിച്ച് ഉന്നയിക്കുകയാണ് LDFും UDFും. ഇപ്പോൾ BJPയിൽ നിന്ന് തന്നെ ഔദ്യോഗിക നേതൃത്വം എടുക്കുന്ന ക്രൈസ്തവ പ്രേമത്തിന് വിരുദ്ധമായ നിലപാട് ഉയരുകയാണ്, അല്ലേ? ബിരൽ, നമുക്കറിയാം കേരളത്തിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടെ അവർക്കൊപ്പം ചേർന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി BJP ഈ പറയുന്ന ക്രൈസ്തവ ഭവനങ്ങളിൽ, അരമനകളിലൊക്കെ കേക്കും ഒക്കെയായി പല ഘട്ടങ്ങളിൽ പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഛത്തീസ്ഗഡിലുണ്ടായ വിഷയത്തിൻ്റെ പേരിൽ BJPയിൽ തന്നെ വല്ലാത്തൊരു ആശയക്കുഴപ്പവും അവർ രണ്ട് തട്ടിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും ഇപ്പോൾ നോക്കൂ, BJPയുടെ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് അനൂപ് ആന്റണി വരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് വരുന്നു. ഇക്കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കോർ കമ്മിറ്റിയിൽ നിലമ്പൂരിൽ പാർട്ടി വലിയ രീതിയിൽ വോട്ട് കുറയാനുള്ള കാരണം ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതൽ ചേർത്തതാണെന്ന് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കോർ കമ്മിറ്റിയിൽ പരസ്യമായി പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് അറിയാം. മാത്രമല്ല BJP അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നൊരു ആക്ഷേപമാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ ഗ്രൂപ്പ് പറയുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിന് ശേഷം അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് ഈ ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിൻ്റെയും സർക്കാരിൻ്റെ നടപടികൾ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP സംഘപരിവാർ ഹാൻഡിലുകൾ അതും വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെയും BJPയും ആക്രമിക്കുന്നത്. അവിടെ ബജ്രംഗ് ദൾ ചെയ്തതാണ് ശരി എന്ന് വാദിക്കുകയാണ് VSP, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി, സംഘപരിവാർ, അതുകൂടാതെ തന്നെ BJPയിലെ ഒരു വിഭാഗം. അങ്ങനെ BJP സത്യത്തിൽ എന്തു ചെയ്യണം, ഇതിനെ അനുകൂലിക്കണമോ പ്രതികൂലിക്കണമോ എന്ന് കൃത്യമായി അറിയാത്ത ഒരു രാഷ്ട്രീയ വെട്ടിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ബിനിൽ, ഉറപ്പായും അവരൊരു രാഷ്ട്രീയ വെട്ടിലായിരിക്കുന്നു. ഔദ്യോഗിക നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ വലിയ നീക്കം നടക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ഔട്ട്റീച്ച് ഉൾപ്പെടെയുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടു. അനുകൂല തീരുമാനമുണ്ടാകും, ജാമ്യ ഹർജിയിൽ എതിർപ്പ് അറിയിക്കില്ല അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം എന്ന ഉറപ്പുവരെ ലഭിച്ചു എന്ന് പോലും പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിലും ശക്തമായ എതിർപ്പാണ് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകൾക്ക് എതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിലാണ് BJPയുടെ സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വം ക്രൈസ്തവ അനുകൂല നിലപാട് എടുക്കുന്നതിനെതിരെ മറുവിഭാഗം പ്രതീഷ് വിശ്വനാഥ് ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത്. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.